എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ബിഗിനേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വരിക, കാരണം കുറച്ച് ടോപ്പിക്സ് മിസ്സാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എൻ്റെ കുറച്ച് തള്ളും, അതോടൊപ്പം നമ്മുടെ ബിറ്റ് കോയിൻ എങ്ങനെ ജനറേറ്റ് ആയി, എങ്ങനെ വന്നു, അതായത് ആര് കൊണ്ടുവന്നു. സോ ആ വ്യക്തിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാം. സതോഷി നാക്കാമോട്ടോ എന്ന് പറയുന്ന വ്യക്തിയാണ് പിയർ ടു പിയർ സിസ്റ്റം എന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ഇത് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു, സാമ്പത്തിക മാന്ദ്യം കാര്യങ്ങളെല്ലാം. സോ അവിടെ ഒരു കാര്യം കൂടെ എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മണി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം പൈസ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ ഞാൻ ഈ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക 95% ആൾക്കാരും പറയുന്നത് അത് സ്കാമാണ്, അത് എന്തുകൊണ്ട് അങ്ങനെയായി, സോ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ കുറേ ആൾക്കാർ ചുമ്മാ കുറേ പൈസ കൊണ്ടിട്ടു. ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. ആ ഒരു ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യാലിറ്റി ഒന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സോ നിങ്ങൾ ചുമ്മാ കുറേ ആപ്പിൽ പോകുന്നു, കുറേ ചാത്തൻ കോയിൻ വാങ്ങിക്കുന്നു, കുറേ ടാസ്കുകൾ ചെയ്യുന്നു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കുറേ അടുത്ത് പൈസ കൊണ്ടിടുന്നു, കുറേ നെറ്റ്വർക്കിലേക്ക് പോകുന്നു. ഇതൊന്നും അല്ല സംഭവം. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് തിയറി സൈഡും കൂടെ നോക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് മണി. സോ മണിയുടെ എവല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. സോ അത് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം വരണം. നമ്മുടെ കൊച്ചുനാൾ മുതൽ നമ്മൾ പല ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആദിമകാലത്ത് നമ്മൾ എങ്ങനെയാണ് വിനിമയം നടത്തിയിരുന്നത്? നോർമൽ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ബാർട്ടർ സിസ്റ്റം. അതായത് പണ്ട് ഈ സാധനങ്ങൾ കൈമാറിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കഴിഞ്ഞിരുന്നത്. അതായത് പണ്ട് കാലത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ചക്ക ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് തന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ആപ്പിൾ ഞാൻ മേടിക്കും. എൻ്റെ കയ്യിൽ കോഴി ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നിട്ട് ആണ് മേടിക്കും. രണ്ടുപേരും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു സിസ്റ്റത്തിൽ. കാരണം ചക്ക ഞാൻ ഒരെണ്ണം തരുമ്പോൾ നിങ്ങൾ എനിക്ക് അതിന് ഒരു ആപ്പിൾ മാത്രമാണ് തരുന്നത്. ചക്ക എന്ന് പറയുമ്പോൾ ഇത്ര വലിപ്പമുണ്ട്, ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഡീമെറിറ്റാണ് ഈ പറഞ്ഞ ബാർട്ടർ സിസ്റ്റം. ഈ ബാർട്ടർ സിസ്റ്റം അങ്ങനെ നിന്ന് ഇതിനൊരു ബദലായിട്ടാണ് നമ്മുടെ ഈ ഗോൾഡ് സിൽവർ പോലുള്ള ഇത് വന്നത്. ഗോൾഡ് സിൽവർ പോലുള്ള ഈ മെറ്റൽസ് ഈ പറയുന്ന വിനിമയത്തിനായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ മെറ്റൽസ് വന്ന സമയത്ത് മെറ്റൽസ് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞിട്ട് മെറ്റൽസ് മാത്രമാക്കി. കയ്യിൽ എത്ര ഗോൾഡ് ഉണ്ട്, സിൽവർ എത്രയുണ്ട്? ഗോൾഡിനാണ് ടോപ്പ് മോസ്റ്റ് വാല്യൂ, സിൽവറിന് കുറച്ച് കുറവാണ്. പിന്നെ രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് പല രാജാക്കന്മാരായതുകൊണ്ട് തന്നെ അവരവരുടെ ഇത് വെച്ചിട്ടായിരിക്കും ഗോൾഡ് സിൽവറും ഒക്കെ ഇറക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കണക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഓരോ ജനങ്ങൾക്കും ഓരോ ടൈപ്പ് കോയിൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. ചില ആൾക്കാർക്ക് സിൽവർ പോലും കിട്ടത്തില്ല, കോപ്പർ കോയിൻസ് ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ ബ്രോൺസ്, കോപ്പർ, സിൽവർ, ഗോൾഡ് അങ്ങനെ അത് തരംതിരിക്കപ്പെട്ടു. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് സൂപ്പർ മോസ്റ്റ് അല്ലെങ്കിൽ അപ്പെക്സ് ആയ വലിയ വലിയ ആൾക്കാരുടെ കയ്യിലായിരിക്കും ഒട്ടുമൊത്ത സമ്പാദ്യം മൊത്തം ഇരിക്കുന്നത്. സാധാരണക്കാരൻ്റെ കയ്യിലൊന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ട്. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഈ ഗോൾഡ് ഒന്നും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ കയ്യിൽ 1000 ഗോൾഡ് കോയിൻ ഉണ്ട്, അതുപോലെ അല്ലല്ലോ 1,00,000 ഗോൾഡ് കോയിൻ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽട്ടി. പിന്നെ നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന പോലെ തന്നെ ഈ കൊള്ളക്കാർ വരുന്നുണ്ട്, കൊള്ള അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസാണ് ഗോൾഡ് സിൽവർ പോലുള്ള മെറ്റൽസിനൊക്കെ വന്നത്. പിന്നെ ഇത് ചുമ്മാ ഗോൾഡ് ഇങ്ങനെ കട്ടായിട്ട് കൊടുക്കത്തില്ലല്ലോ, അത് കോയിനായിട്ട് അതിനെ മേക്ക് ചെയ്യണമെങ്കിൽ അതിനും കുറേ പ്രോസസ്സും കാര്യങ്ങളും ലേബറും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിയാണ് പിന്നീട് ഈ പറയുന്ന പേപ്പർ സിസ്റ്റം വന്നത്. പേപ്പർ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് താളിയോലകളിൽ തുടങ്ങിയതാണ്. താളിയോലകളിലെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ 1000 കിഴി പൊൻപണം ഉണ്ടെന്ന് എഴുതി കൊടുക്കും ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു നാട്ടാമൻ, അല്ലെങ്കിൽ അവർ എഴുതി കൊടുക്കും. അപ്പോൾ അത് മറ്റൊരാൾ വായിച്ചിട്ട് ഓക്കെ നമുക്ക് ഡീൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് കരാർ ഓക്കെ ആക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വരും, വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു എഴുതി കൊടുക്കുന്നതിന് തന്നെ നമുക്കങ്ങ് ഇതാക്കിയാലോ. അങ്ങനെയൊക്കെ തോട്ട് പ്രോസസ്സ് ചെയ്തായിരിക്കും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഈ പേപ്പർ കറൻസി വന്നത്. ഈ പേപ്പർ കറൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ രാജ്യത്തിനും അവരുടേതായ യുണീക്ക് കറൻസി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ INR അല്ല അമേരിക്കൻ ഡോളർ, അതല്ല യൂറോ. അപ്പോൾ അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും കറൻസികൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കറൻസിക്കും വാല്യൂ ഉണ്ട്. കറൻസിക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പം INRന് 1 രൂപ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും അത് വലിയ പൈസയാണ്. അതേപോലെ തന്നെ ഡോളർ എന്ന് പറയുന്നത് $1 ഇവിടെ അറൗണ്ട് 80 രൂപ വരും. അപ്പം അങ്ങനെ ഒരുപാട് വിഷയം വരുന്നതുകൊണ്ടും അത് ഈ പറയുന്ന പേപ്പർ മണിക്ക് ഒരു ഡീമെറിറ്റാണ്. 2 പേപ്പർ മണി എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും അച്ചടിച്ചുണ്ടാക്കാം. 3 പേപ്പർ മണി എന്ന് പറയുമ്പോൾ കീറിപ്പോവും,
അത് കുറേ ഇഷ്യൂ ആണ്. പേപ്പർ മണി കീറിപ്പോകുന്നത്. പിന്നെ ചേഞ്ച് ഇല്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഈ പൈസയിൽ വന്നു. അപ്പോൾ അത് മാറ്റാനായിട്ട് ബാങ്ക്സ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് അതോറിറ്റി അവർ ചെയ്ത നെക്സ്റ്റ് ഒരു ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ് ബാങ്കിങ്, ATM, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്. അങ്ങനെ ATM എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഡെബിറ്റ് കാർഡ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ക്രെഡിറ്റ്, ഡെബിറ്റ്, ഇന്റർനെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള സംവിധാനം കൊണ്ടുവന്നു പേപ്പർ മണി മാക്സിമം കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ നമുക്ക് അത് വെച്ച് യൂസ് ചെയ്യാം. എന്നാലും പൈസയ്ക്കുള്ള ഡീമെറിറ്റാണ് സപ്ലൈ. പൈസയുടെ സപ്ലൈ എത്രയാണെന്ന് അറിയാമോ? ഇപ്പം എത്ര $US ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എത്ര ട്രില്യൺ? അവർ ഓരോ സമയം അച്ചടിച്ച് ഇറക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ മണിയും അച്ചടിക്കുന്നുണ്ട്. പക്ഷെ എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ പണപ്പെരുപ്പം അതുകൊണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് US പോലുള്ള രാജ്യങ്ങൾ ഒരുപാട് ഡോളർ അച്ചടിച്ചിറക്കി. കാരണം അവർക്ക് ആവശ്യത്തിന് അത് വിനിയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഈ അച്ചടിച്ച സർക്കുലേറ്റിംഗ് മണി, അതായത് മണിയുടെ സർക്കുലേറ്റിംഗ് സപ്ലൈ മൊത്തം അവർക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി ഇപ്പോൾ അതാ കുറച്ച് കൊണ്ടുവരുന്നത്. കാരണം നമ്മളൊരു ബിയർ മാർക്കറ്റിൽ അതെല്ലാം കണ്ടതാണ്. പഴയ ആൾക്കാരോടാണ് പറയുന്നത്. പുതിയ ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളായി, ഒരു 2 വർഷം കൊണ്ട് നമ്മൾ ഈ പറയുന്ന CPI ഡേറ്റയും ഫോംസി മീറ്റിങ്ങും എല്ലാം കണ്ടു തുടക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഡ്രോബാക്സുകൾ എല്ലാം പരിഹരിച്ചുകൊണ്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ മണിയുടെ ഡ്രോബാക്സുകളെല്ലാം പരിഹരിച്ചുകൊണ്ട്, അതായത് ഡ്രോബാക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെയോ ഒരു മാനേജ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു റിസർവ് ബാങ്ക്, ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ റിസർവ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെയോ ഒരു കീഴിലോ അല്ലാതെ ലോകം മൊത്തമായിട്ട് ഒരു കറൻസി. അതാണ് BTC ഫസ്റ്റ് സോൾവ് ചെയ്തത്. ലോകം മൊത്തം യൂണീക്കായിട്ട് ഒറ്റ കറൻസി. സെക്കൻഡ്, ചില്ലറ ക്ഷാമം അറിയാമല്ലോ നിങ്ങൾക്ക്. ഇന്ന് നമ്മളൊരു 100 രൂപ കൊണ്ടുപോയി ആ 100 രൂപയെ ചില്ലറ മാറ്റാൻ പാടുപെടും. 2000 രൂപ എടുത്താൽ 2000 രൂപയും ചില്ലറ മാറ്റാൻ പാടുപെടും. ബസ്സിൽ പോയി കഴിഞ്ഞാൽ 2 രൂപയുടെ 1 രൂപയുടെ ചില്ലറ ഇല്ലാതെയും പാടുപെടും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷനായിട്ട് BTC നമുക്ക് 10 കോടി യൂണിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് 10 കോടി സതോഷിയാണ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് BTC ഈസ് നോൺ ആസ് സതോഷി. അത് സതോഷി എന്നാണ് പറയുന്നത്. അത് ഓരോ പ്രോജക്റ്റിനും മാറിക്കൊണ്ടേയിരിക്കും. ബിറ്റ് കോയിൻ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്ട്രോയ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ പേപ്പർ നോട്ടാണെങ്കിൽ നമുക്ക് കീറിക്കളയാം. പക്ഷേ BTC നമുക്ക് വിർച്വൽ ഡിജിറ്റൽ അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഫേക്ക് കറൻസീസ് BTCയിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് അവരുടേതായ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിലൂടെ പോകുന്ന ഒരു പബ്ലിക് ലെഡ്ജറാണ്. അത് ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും ആ ട്രാൻസാക്ഷൻസ് നോക്കാൻ പറ്റും. ടോട്ടൽ എത്ര ബിറ്റ് കോയിൻ എവിടെയിലോട്ട് പോയിട്ടുണ്ട്, ആരുടെ കയ്യിലുണ്ട് എന്നൊക്കെ. ആരുടെ കയ്യിൽ മീൻസ് ആ അഡ്രസ്സിൽ, ഏത് അഡ്രസ്സിലുണ്ടെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് നോക്കാൻ പറ്റും. ഓരോ ബ്ലോക്ക് ടൈം നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് ആർക്ക് വേണോ നോക്കാൻ പറ്റും. പക്ഷേ കറൻസിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. എനിക്ക് എത്ര പൈസ ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. എനിക്കത് ബാങ്ക് അക്കൗണ്ട് ഇടുമ്പോൾ ബാങ്കിനും എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് നോക്കും. അല്ലാതെ നമുക്കോ ബാങ്കിന് മാത്രമേ അറിയൂ. ഒരു തേർഡ് പാർട്ടിക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ മൊത്തം പബ്ലിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫേക്ക് എന്ന് പറഞ്ഞ സാധനമില്ല. BTCക്ക് ഒറ്റ അഡ്രസ്സ്, ഒറ്റ ഇതൊക്കെ ഉള്ളൂ. സോ അവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പൈസയുടെ ഒരുപാട് പ്രശ്നത്തിന് ഉള്ള പരിഹാരം തന്നെയാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും ടെക്നോളജി എല്ലാം ബൂസ്റ്റായി നിൽക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ വെസ്റ്റേൺ യൂണിയൻ വഴി പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റുണ്ട്. അത് മാത്രമല്ലാതെ 4-5 മണിക്കൂർ മിനിമം എടുക്കും. ലിമിറ്റ് മീൻസ് 45,000 അല്ലെങ്കിൽ 50,000 രൂപ മാത്രമായിട്ട് ടൈം നമുക്ക് ആ ഒരു വെസ്റ്റേൺ യൂണിയൻ്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ യൂണിയൻ പോലത്തെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ലാതെ പാൻ കാർഡ് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു ലിമിറ്റുണ്ട്. ഇത്ര പൈസ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ, ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ബാങ്കിൽ പൈസ ഇടാൻ പറ്റില്ലല്ലോ. അല്ല, അവർക്ക് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരാളെ അവർക്ക് എപ്പോഴും ഹെൽപ്പിന് വേണം. പക്ഷേ BTC എന്ന് പറയുമ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് ആണ്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് അതോറിറ്റി മാനേജ്മെൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. സോ അപ്പോൾ ഡീസെൻട്രലൈസേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ടോ സെൻട്രലൈസ്ഡ് എൻറ്റിറ്റിയുടെയോ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഫോണിലൊരു ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്ക് അല്ലെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്, ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി അതിൽ ഫസ്റ്റ് BTC നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ്. സോ ഈ ഒരു വീഡിയോ നമുക്ക് ഇത്രയും മതി. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ കറൻസി ആൻഡ് ഈ പറയുന്ന ബിറ്റ് കോയിനും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുമാത്രമല്ലാതെ
നമ്മുടെ കറൻസി എങ്ങനെ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതിനൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നു. നോർമൽ കറൻസിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയും ടെക്നോളജി ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇത് മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് അറിയാലോ, വാട്സാപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു എപ്പിസോഡായി കാണും വരെ. സലാം.